ബിംബാരാധകരുടെ തുല്യം തന്നെയാണ് ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത് ഖബർ ആരാധനയല്ല, മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവിടെ കൂട്ടിക്കേക്കാൻ ശ്രമിച്ചില്ല. ബിതഅലീമി ഖുബൂരിൽ അകാബിർ മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതിയത്? മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന. ഉളുപ്പുണ്ടോ? കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലഅനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതിയത്? ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയ മൗലവി? ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന. പൊങ്ങി നിൽക്കുന്നവരൊറ്റ ഖബറുകളെയും തട്ടിനിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതിയത്? മരിച്ചു കഴിഞ്ഞാൽ ആളെ മറമാടണ്ടേ? ആ മറമാടുമ്പോ ഇസ്ലാമിൽ ഒരു നിയമമല്ലേ, ഒരു ചാൺ ഉയർത്തണം. അത്തരത്തിലുള്ള സർവ്വ ഖബറും തട്ടിക്കളയണം എന്നല്ല പറഞ്ഞത്. പൊങ്ങി നിൽക്കുന്നവരൊറ്റ ഖബറുകളെയും തട്ടിനിരപ്പാക്കാതെ വിടരുത്. സർവ്വ ഖബറും തട്ടിക്കളയണം എന്നല്ല പറഞ്ഞത്. പൊങ്ങി നിൽക്കുന്നവരൊറ്റ ഖബറുകളെയും തട്ടിനിരപ്പാക്കാതെ വിടരുത്. സർവ്വ ഖബറും തട്ടിക്കളയണം എന്നല്ല പറഞ്ഞത്. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. 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 നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതിയത്? മദീനയിലൂടെ മദീനയിൽ ജാറുണ്ടോ കേട്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, മദീനയിലൂടെ മദീനയിൽ ജാറുണ്ടോ? മുജാഹിദീങ്ങളോട്, മുജാഹിദീങ്ങളെ ഇല്ലേ മൗലവി? നോക്ക് എവിടെ ജാറോന്നോ? നോക്ക് മൗലവി, നോക്ക് ജാറം, നോക്ക് പച്ചക്കുബ നോക്ക്. നിങ്ങൾ കാണിക്കുന്ന ഒരു കുബ്ബ, ഞാൻ പറഞ്ഞില്ലേ, അത് ആരുണ്ടാക്കിയതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. കേട്ടോ, നിങ്ങൾ കാണിക്കുന്ന ഒരു കുബ്ബ, അവിടെ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിന്റെ പേരാ മൗലവി ജാറം. ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ച ഞങ്ങളാണ്. ഖബർ പൊളിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി പിടിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ വിചാരിക്കുന്ന സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിയിൽ പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിയിൽ പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. നബിയുടെ ഖബറിന് മീതായിട്ടൊരു കുമ്പല്ല. ആയിഷ ബീവിന്റെ വീടും മറ്റ് 9 ഭാര്യമാരെ വീടും മദീന പള്ളിയുടെ ചെരുവിലാണ്. ആ വീടുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചുമരുണ്ട്. അപ്പൊ ആ വീടിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാള് അതിന്റെ മേലൊരു കുമ്പുണ്ടാക്കി. അപ്പൊ അതിന്റെ ഒരു മൂലയില് റസൂലിന്റെ ഖബർ അടിയിൽ പെട്ടു. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ ഒരു മിനിറ്റ് ആദ്യം തന്നെ പറയുന്നൊരു വാചകം കേട്ടുകള്. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ ഞാൻ മൗലവിമാരോട് ചോദിക്കുന്നു, ഖബർ പൊളിക്കണം എന്ന ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? ആ ഹദീസ് എവിടെ? പച്ചക്കള്ളം പറയാൻ വെക്കുമോനെ.
ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ജൂത ക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതാ ഈ ജാറം ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ വക ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇരിക്കട്ടെ, ഈ ഖബറുകൾ പൊളിക്കണം, അതിനൊരു നിമിഷവും വൈകരുത് എന്ന് ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് ഇവിടുത്തെ മുജാഹിദ് മൗലവിമാരാണ്. ലേഖനം എഴുതിയതും അവരാണ്, പ്രസംഗിച്ചതും അവരാണ്.